വൊക്കാബുലറി, പദസമ്പത്ത്. ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള പദസമ്പത്ത് അത്യാവശ്യമാണ്. രണ്ട് രീതിയിൽ വൊക്കാബുലറി ഉണ്ട്. ഒന്ന് ആക്റ്റീവ് വൊക്കാബുലറി, രണ്ട് പാസീവ് വൊക്കാബുലറി. ഞാനിത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ പ്രിഫർ ടീ ഓവർ കോഫി എന്ന് പറയുമ്പോൾ പ്രിഫർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കോമൺ ആയിട്ട് ഇംഗ്ലീഷ് ഭാഷ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നിനേക്കാൾ മറ്റൊന്നാണ് ഇഷ്ടം എന്ന് മിക്കപ്പോഴും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് പ്രിഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോമൺലി യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ആക്റ്റീവ് വൊക്കാബുലറി എന്നാണ് പറയുക. ഇനി പാസീവ് വൊക്കാബുലറി, അത് കൂടുതലായിട്ടും പ്രൊഫഷണൽ ഇംഗ്ലീഷ് റൈറ്റിംഗ്സിനൊക്കെ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് പാസീവ് വൊക്കാബുലറി കാറ്റഗറിയിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ബിൽഡിംഗ് ലുക്ക്ഡ് മെജസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗംഭീരം എന്നുള്ള രീതിയിലാണ്, രാജകീയം എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ് മെജസ്റ്റിക്കിന് വരുന്നത്. അപ്പോൾ ദ ബിൽഡിംഗ് ലുക്ക്ഡ് മെജസ്റ്റിക് എന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയാറില്ല. പകരം എങ്ങനെയാണത് മെജസ്റ്റിക് എന്നുള്ള വാക്ക് മാറ്റുക? ദ ബിൽഡിംഗ് ലുക്ക്ഡ് ഗ്രാൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ ഇതാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വൊക്കാബുലറീസ് തമ്മിലുള്ള ഡിഫറൻസ്. സോ നിങ്ങൾ കൂടുതലായിട്ടും ആക്റ്റീവ് വൊക്കാബുലറി ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ പദസമ്പത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആകാനായിട്ട് പറ്റുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.